കർമ്മം ഉണ്ടോ? എനിക്കറിയില്ല. കർമ്മമില്ലേ? എനിക്കറിയില്ല. ഞാൻ ചെയ്യുന്നുണ്ടോ? അതും എനിക്കറിയുന്നില്ല. ഞാൻ ചെയ്യുന്നില്ലേ? അതും എനിക്കറിയുന്നില്ല. മറ്റതൊക്കെ കർമ്മമില്ലെങ്കിലും ഉണ്ട്. കർമ്മേന്ദ്രിയാണി സംയമ്യ യ ആസ്തേ മനസാ സ്മരൻ ഇന്ദ്രിയാർത്ഥാൻ വിമൂഢാത്മാ മിഥ്യാചാര സൗച്യത്തെ. നഹി കശ്ചിത് ക്ഷണമപി ജാതുതിഷ്ഠത്യകർമ്മകൃത് കാര്യദേഹി അവശകർമ്മ സർവപ്രകൃതിജയഗുണൈഹി. അവിടെയാണ് കൃഷ്ണൻ ശരിക്ക് വിരലൂന്നുന്നത്. സർവപ്രകൃതിജയഗുണൈഹി, പ്രകൃതിജ ഗുണങ്ങളായ സത്വം, രജസ്, തമസ് ഗുണങ്ങളെ വെട്ടണം. തമസിനെ രജസ് കൊണ്ടും രജസിനെ സത്വം കൊണ്ടും അതിക്രമിച്ച് സത്വരജസ് തമസ്സുകളെ കടന്ന് ഗുണാതീതമായി മനസ്സിനെ നിർത്തണം. അതിലാണല്ലോ ഇതിന്റെ കളി മുഴുവൻ കിടക്കുന്ന ആ ബിന്ദുവിലാണ്. പണ്ട് അത് കുറച്ചുകൂടെ നന്നായി പറയുന്നത് ഞങ്ങൾ ഇങ്ങനെയല്ല. പണ്ട് പൂ പറിക്കാനും പൂ ഒരുക്കാനും സാധനങ്ങളൊക്കെ കൊണ്ടുവയ്ക്കാനും ഒരു നായരെ ഏൽപ്പിച്ചിരുന്നു, ഒരു നമ്പൂരി. ഇതെല്ലാം പഠിച്ച് പരികർമ്മിയായിട്ട് കൊണ്ടുപോയി ഇങ്ങനെ വെച്ചു കൊടുക്കണം, പാത്രമൊക്കെ കഴുകി കൊടുക്കണം. പണിയൊക്കെ ഇവൻ ചെയ്തു കഴിഞ്ഞാൽ ഇത് പെറുക്കിയിടുന്ന ഈ ഒരു പരിപാടി കഴിയുമ്പോഴേക്ക് ആളുകൾ നമസ്കരിക്കുന്നതും ദക്ഷിണ കൊടുക്കുന്നതും നമ്പൂരിക്കാണ്. ഇവനൊരു സഹിക്കാൻ വയ്യാത്ത ദുഃഖമായി. ഈ എത്ര കാലമായി ഇത് മണ്ണിട്ട് തേച്ച് കഴുകി വൃത്തിയാക്കി നല്ല കണ്ണാടി പോലാക്കി അവിടെ കൊണ്ട് വെച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇതെല്ലാം ചെയ്തു വെച്ച് കഴിഞ്ഞ് ഇയാള് വന്നൊരു ഇരിപ്പുണ്ട് തറ്റു കൊടുത്തു വന്നിരുന്ന് ഇതങ്ങ് പെറുക്കി ഇങ്ങനെ ഏറും അങ്ങെറിഞ്ഞ് സിമ്പിളായിട്ട് ദക്ഷിണയും വാങ്ങിച്ച് എടോ ഇതെല്ലാം ഒരുക്കി വെച്ചേക്കണം കേട്ടോ എന്ന് പറഞ്ഞ് പിന്നെ ഇയാള് പോകുമ്പോൾ നമുക്കൊന്നുമില്ല, കിട്ടുന്ന ആകെപ്പാടെ ചില്ലറ കൂലി എന്ന് വിചാരിച്ചൊരു നായര് വളരെ സ്നേഹത്തിൽ കൂടി പറഞ്ഞു, തിരുമേനി എനിക്ക് ഒരു പ്രാവശ്യമെങ്കിലും ഈ ഗണപതി ഹോമം ഒന്ന് ചെയ്യണം. അതിനെന്താ പഠിപ്പിച്ചു തരാവില്ലേ? അപ്പൊ കാര്യമായി പഠിപ്പിച്ചു കൊടുത്ത് അവസാനം ഈ ഗണപതിക്ക് ആഹൂതിയെ ചെയ്യുന്ന സമയമായി. ഓം പ്രാണായ സ്വഹ, ഓം അപാനായ സ്വഹ എന്ന പ്രാണാഹൂതികളെല്ലാം ചെയ്യുന്ന സമയം വന്നപ്പം ഇത് ആന തുമ്പിക്കൈ പൊക്കി ഈ പ്രസാദം എല്ലാം കൂടെ സ്വീകരിക്കുന്നു എന്നതിന് പകരം വാല് പൊക്കി പിണ്ടിയിടുന്നു എന്ന് നീ വിചാരിക്കരുത്. ഇപ്പൊ ഇവനിതെല്ലാം എടുത്തു വെച്ച് ഗംഭീരമായിട്ടൊരുക്കി ഓം പ്രാണായ സ്വാഹ എന്ന് പറയുമ്പോഴേക്ക് ആന വാല് പൊക്കും, പിണ്ടിയിടും. സർവം കുഞ്ചര ശൗചവത്, ഇതാണ് അതിന് പ്രമാണം. ഈ കുഞ്ചര ശൗചവത് പ്രമാണത്തിൽ പോകും എന്ന് പറഞ്ഞാൽ മനസ്സിലായി. ആനയെ നല്ലപോലെ തേച്ചു കൊടുക്കും. 4-5 പേര് നിന്ന ഒന്നും രണ്ടും ആളല്ല, ഈ തൊണ്ടൊക്കെ കണ്ടിച്ച് 4-5 പേര് നിന്ന് നല്ലപോലെ തേച്ച് കഴുകി കുളിപ്പിച്ച് ഇവനെ കൊണ്ടങ്ങ് നിർത്തിയാൽ അവൻ ഒരു പിടി മണ്ണ് വാരി ദേഹത്തേക്ക്. ഇങ്ങനെ ശൗചം അല്ല സർവം കുഞ്ചര ശൗചവത് പ്രമാണം, അതിലായത് പോകും. അതിനൊരു വഴിയേ ഉള്ളൂ, അവിടെ നിന്നുള്ള കട. അത് ശരിയാക്കി തരാനാവില്ല. അതിന് ഈ ഒറ്റ വഴിയേ ഉള്ളൂ. അത് ഈ ചില അമ്മമാര് വിഷമിക്കുന്ന ഒരു പരിപാടിയുണ്ട്. ഈ പിള്ളേര് രാവിലെ അപ്പിയിട്ടു എന്ന് വിളിച്ചു പറയും അമ്മയോട്. അമ്മ ഇതങ്ങ് കോരി കളഞ്ഞിട്ട് ശൗചം ചെയ്യിപ്പിച്ച് കൈയെടുക്കുമ്പോഴത്തേക്ക് അമ്മ അല്പം കൂടെ അപ്പിയിട്ടു എന്ന് പറയും. അത് കഴിഞ്ഞ് പോയി കടുകടുപ്പിടുമ്പോഴായിരിക്കും അമ്മ അപ്പിയിട്ട് കേട്ടോ. ഇതുപോലെയാണ് നമ്മുടെ ഈ മനസ്സെങ്കിൽ ശൗചം ചെയ്യിച്ച് കൈതേകല്ലാതെ അവിടെ വൃത്തിയാവില്ല. പിന്നെ അതിനൊരു പ്രയോഗമുണ്ട് ചില അമ്മമാർക്ക്. എന്റെ അപ്പകളെ നിൽക്കും, മണ്ണിൽ കൈ ഒന്നിട്ടോടി ശൗചം ചെയ്യും.
നല്ല മണലിലോട്ട് അമ്മ കൈയൊന്ന് ഒരസും, ഒറ്റ ശൗചം. പിന്നെ ഇപ്പൊ അവൻ അറിയാതെ വിളിച്ചു പറയും, അമ്മ അപ്പിയിട്ടില്ല കേട്ടോ. അതേ ഉള്ളു ഇതിന് പരിഹാരം. ഏതാണ്ടൊരു ദിഗ്ദർശനം കിട്ടി കാണുമെന്ന് ചെയ്യാം. കാര്യം മനസ്സിലായി എന്ന് ഞാൻ പറയുന്നില്ല. ഏതാണ്ടൊരു ദിഗ്ദർശനം. കർമ്മകലാപങ്ങളുടെ ലോകം അതാണ്. അപ്പൊ ഇതിന്റെ സ്വരൂപം കഴിഞ്ഞാൽ ഫലം. ഫലത്തിലെത്തുമ്പോഴാണ് ഇതിനേക്കാൾ ഫലത്തിലുള്ള ആകാംക്ഷയാണ് പൂർവ കർമ്മങ്ങളുടെ പൂർവജന്മ സ്വഭാവങ്ങളിലെ വാസനയുടെ ഉദ്ബദ്ധതയും അനുദ്ബുദ്ധതയുമാണ് ഇതിലേക്ക് നയിക്കുന്നത്. ഇത് 3 സാങ്കേതിക ശബ്ദങ്ങൾ പറഞ്ഞിട്ടാണ് നമ്മൾ ഈ വഴിക്കൊന്ന് തിരിഞ്ഞത്. ഒന്ന്, ഇന്ദ്രിയജനിത അനുഭവം. 2, ഇന്ദ്രിയജനിത അനുഭവ ഉൽപ്പന്ന വാസന ഉത്ബുദ്ധത. 3, ഇന്ദ്രിയജനിത അനുഭവ ഉൽപ്പന്ന വാസന അനുദ്ബുദ്ധത. അതാ സങ്കീർണം. ഏറ്റവും സങ്കീർണം അവസാനത്തതാണ്. അതാണ് ഞാൻ വിശദീകരിച്ചത് നന്നായിട്ട്. ഇന്ദ്രിയജനിത അനുഭവങ്ങൾ അപകടമില്ല. അതുകൊണ്ട് ഇന്ദ്രിയങ്ങളെ ഇന്നു മുതൽ പ്രവർത്തിപ്പിക്കുമ്പോൾ യമവും നിയമവും വെച്ച് പ്രവർത്തിപ്പിക്കണം. കാണാൻ ഒന്ന് നോക്കാം, അപ്പ കിട്ടുന്ന സാമാന്യത്തിൽ അറിയാൻ ശ്രമിക്കാവൂ, വിശേഷം അറിയരുത്. ആധ്യാത്മിക സാധനയിലേക്ക് ഒരാൾ സഞ്ചരിക്കുമ്പോൾ ആദ്യത്തെ കാഴ്ച കഴിഞ്ഞ് പിന്നെ നോക്കരുത്. ഒരു സാധനം ഒരാൾ കൊണ്ട് കാണിച്ചാൽ കണ്ടു കൊടുത്തേക്കുക. അതിന്റെ ഡെപ്ത് ഡീറ്റെയിൽസിലേക്ക് നോക്കിയാൽ ഇന്ദ്രിയജനിത അനുഭവോൽപ്പന്ന വാസന രേഖപ്പെടുത്തും. ലോകത്തെ മുഴുവൻ കാര്യങ്ങളും വിശേഷത്തിൽ അറിയാതിരിക്കുകയും സാമാന്യത്തിൽ മാത്രം അപഗ്രഥിക്കുകയും ചെയ്യുന്നവർ ധാരാളമുണ്ട്. അവർക്ക് ജീവിത ദുഃഖങ്ങൾ ഒന്നും ഉണ്ടാകുന്നില്ല. ജീവിതത്തിലെ വൈയക്തിക പ്രശ്നങ്ങളെ വൈയക്തികമായി അതുണ്ടായവന്റെ മാനസിക തലത്തിൽ അപഗ്രഹിച്ച് ഉത്തരം പറയാൻ പോയി അവനെപ്പോലെ ആയിത്തീരുന്നവരുണ്ട്. വൈയക്തിക പ്രശ്നങ്ങളെ അവന്റെ തലത്തിൽ അപഗ്രഹിക്കാതെ സാമാന്യമായി മാത്രം അപഗ്രഹിച്ച് ഒറ്റയടിക്ക് ഉത്തരത്തിൽ തീർക്കുന്നവരുണ്ട്. അവർ പെട്ടെന്ന് പറയും. കാരണം ഒരു പ്രശ്നം ഒരു വൈയക്തികമായി ഗോപാലൻ എത്തി, ഗോപാലന്റെ വാസനാമയമായ ലോകങ്ങളിൽ കണ്ട പ്രശ്നങ്ങൾ അവരാദ്യം തന്നെ മനസ്സിലാക്കുന്നു. നിന്റെ വാസനകളൊന്നും എനിക്കില്ലാത്തിടത്തോളം നീ പറയുന്ന ഒന്നും എനിക്ക് മനസ്സിലാവില്ല. അത് അവരോട് നേരിട്ട് പറയുന്നില്ല. ആദ്യം അവർ അത് മനസ്സിലാക്കുന്നു. ഇവൻ പറയുന്ന ഒരു ചുക്കും ചുണ്ണാമ്പും എനിക്ക് മനസ്സിലാവില്ല. കാരണം ഇവന്റെ ദുഃഖങ്ങളും ഇവന്റെ പ്രശ്നങ്ങളും ഇവന്റെ വൈയക്തികമായ പ്രശ്നമാണ്. ഞാൻ ഭക്ഷണം കഴിക്കാനിരിക്കുന്ന സമയത്ത് ആ ഭക്ഷണം എന്റെ അടുക്കലേക്ക് എത്തുമ്പോൾ എങ്ങനെ വന്നാലും അതിനെ എന്റെ മനസ്സ് പവിത്രീകരിക്കുന്ന ഒരു രീതി ഉണ്ട്. എങ്ങനെ പവിത്രമായി കൊണ്ടുവന്നാലും അതിനെ അപവിത്രീകരിക്കുന്ന ഒരു മനസ്സും എന്നിലുണ്ട്. അതിനെ പവിത്രീകരിക്കുന്നതാണ് എന്റെ മനസ്സെങ്കിൽ, അതിനെ അപവിത്രീകരിക്കുന്നതാണ് എന്റെ മനസ്സെങ്കിൽ, ആ 2 മനസ്സുകളും പരസ്പര വിരുദ്ധങ്ങളാണ്. അവയ്ക്ക് പരസ്പരം മനസ്സിലാവുകയില്ല. എന്റെ ജീവിതാനുഭവം ലോകത്തിലുള്ള എല്ലാത്തിനെയും മോശമായി മാത്രം കാണുന്ന ചിത്രീകരിക്കുന്ന ഒരു മാനസികാവസ്ഥയിലാണ് ഞാൻ നിലകൊള്ളുന്നതെങ്കിൽ, അവന് എല്ലാം നന്നാക്കിയാണ് അവൻ നിലകൊള്ളുന്നതെങ്കിൽ എന്നെ അവന് എന്നെയും മനസ്സിലാവില്ല, സങ്കല്പിക്കാനും ആവില്ല. 2 പേരും ധ്രുവങ്ങളുടെ അന്തരത്തിലാണ് ജീവിക്കുന്നത്. അപ്പൊ അവൻ വന്ന് എന്നോട് പറയുന്നതോ ഞാൻ ചെന്ന് അവനോട് പറയുന്നതോ മനസ്സിലാവില്ല. പക്ഷേ അവന്റെയും എന്റെയും കാഴ്ച സാമാന്യത്തിലൊന്നാണ്.
ഒരു നിമിഷാർത്ഥം കൊണ്ട് അവനെ അവന്റെ വിശേഷവിധിയായ അറിവിൽ നിന്ന് സാമാന്യത്തിലേക്ക് ഉദ്ധരിക്കുമ്പോൾ അവൻ എന്നോട് സമ്മതിക്കും. കഴിഞ്ഞവൻ വിശേഷത്തിലേക്ക് പോയേക്കാം. അതുകൊണ്ട് ഈ ലോകത്ത് പ്രശ്നങ്ങളെ മുഴുവൻ വിശേഷത്തിൽ അപഗ്രഥിക്കുന്നവർ, പ്രശ്നങ്ങളെ മുഴുവൻ സാമാന്യത്തിൽ അപഗ്രഥിക്കുന്നവർ, വിശേഷത്തെ പോലും സാമാന്യത്തിൽ പറഞ്ഞു തീർക്കുന്നവർ, സാമാന്യത്തെ പോലും വിശേഷത്തിലേക്ക് കൊണ്ടുവന്ന് കലഹിക്കുന്നവർ. നിങ്ങൾ ഇപ്പോൾ ഒരു മീറ്റിംഗ് വിളിച്ചു കൂട്ടിയാൽ നിങ്ങളുടെ ജാതി വിശേഷമാണ്, നിങ്ങളുടെ മതം വിശേഷമാണ്, നിങ്ങളുടെ വീടും കുടുംബവും വിശേഷമാണ്, നിങ്ങളുടെ ഒരു ക്ലബോ നിങ്ങളുടെ ഒരു പാർട്ടിയോ നിങ്ങളുടെ ഒരു സംഘടനയോ നിങ്ങളുടെ ഒരു സംഘമോ നിങ്ങളുടെ ഒരു മറ്റു പ്രസ്ഥാനമോ ഏതെങ്കിലും വിളിച്ചു കൂട്ടിയൊരു മീറ്റിംഗിൽ, നിങ്ങളുടെ ഒരു ആശ്രമം തന്നെയോ കൂട്ടിയ മീറ്റിംഗിൽ വിശേഷമായിരിക്കുന്ന കുടുംബ പ്രശ്നങ്ങളാണ് പലപ്പോഴും പരസ്പര ഭിന്നതയിലും തകർച്ചയിലും കൊണ്ടെത്തിക്കുന്നത്. വിശേഷമായ ജാതിയാണ് പലപ്പോഴും പ്രശ്നങ്ങളെ സങ്കീർണമാക്കുന്നത്. വിശേഷത്തിൽ പ്രശ്നങ്ങളെ പരിഹാരം കാണാനാണ് എല്ലാവരും ശ്രമിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് അത് സങ്കീർണമാകുന്നത്. കേരളത്തിൽ ഒരുപാട് താഴ്ന്ന ജാതിക്കാരായ ദളിത്, മറ്റേ പേര് പറഞ്ഞാൽ ചിലപ്പോൾ ഇപ്പം ശിക്ഷ ഉണ്ടാവുമെന്ന് തോന്നുന്നു, ദളിത് കൂലിവേല ചെയ്ത് ജീവിക്കുന്നുണ്ട്. ഈ ദളിതിനിൽ ഒരുത്തന് ഇവിടുത്തെ സവർണനെല്ലാം കൂടെ പിടിച്ചുകൊണ്ടുപോയി ഇന്ത്യയുടെ പ്രസിഡന്റ് ആക്കിയിട്ട്, ഇന്ത്യയുടെ ചീഫ് ജസ്റ്റിസ് ആക്കിയിട്ട് ദളിതന് കിട്ടിയ ഈ 50-ാം വർഷത്തെ നേട്ടമാണെന്ന് പത്രക്കാരൻ നിങ്ങളും എഴുതിയിരുന്നെങ്കിൽ ആ നക്കിത്തരം സഹിക്കാമായിരുന്നു. അതിന് സർവഥാ യോഗ്യനായി ദളിതനല്ലാത്തവനേക്കാൾ മുകളിലെത്തിയവർക്ക് അത് കിട്ടുമ്പോഴും ദളിതൻ എന്ന് പറയാനുള്ള നിങ്ങളുടെ ഉൾപ്രേരണയാണ് വിശേഷം. എന്നാൽ പിന്നെ ദളിതന്മാരായ ഒരുപാട് അഡ്വക്കേറ്റന്മാരുണ്ട്. ഒരുത്തനെ പിടിച്ചാൻ കൊടുത്തിട്ട് അത് ഔദാര്യമാണ്. ഇപ്പൊ കൊടുത്തത് അതിന് സർവഥാ യോഗ്യനായവനാണെങ്കിൽ അത് ദളിതന് കൊടുത്തതല്ല, യോഗ്യതയ്ക്ക് കൊടുത്തതാ. അവരുടെ എല്ലാ ഉള്ളിൽ ജാതി ശക്തമാണ്. അത് എഴുതാൻ നിങ്ങൾക്കാവില്ലാത്തതുകൊണ്ടാണ്. അല്ല, അങ്ങനെയാണ് കിട്ടിയത് എങ്കിൽ അതൊരു ഔദാര്യമാണ്. അത് ഞങ്ങൾ ബാക്കിയുള്ളവർ നിങ്ങൾക്ക് തന്ന ഒരു ഔദാര്യമാണെന്നും അതുകൊണ്ട് നിങ്ങൾ ആ ഔദാര്യത്തിലിരിക്കുമ്പോൾ ഞങ്ങളുടെ കാര്യം വരുമ്പോൾ വിട്ടുവീഴ്ച ചെയ്യണമെന്നുള്ള ഒരു സൂചന ജാതിയിലൂടെ പറയുകയാണ്. അതുകൊണ്ട് അത് സ്വീകരിക്കുക പോലും ചെയ്യരുതെന്നാണ്. കാരണം ഈ നൂറ്റാണ്ടിൽ അങ്ങനെയല്ല സംഭവം. പക്ഷെ നിങ്ങൾ പോലും വായിച്ചിട്ട് ഗാന്ധി ഇന്നുണ്ടായിരുന്നെങ്കിൽ ഇത് ദളിതന് കിട്ടിയതല്ല, അംഗീകാരത്തിന് കിട്ടിയതാ. അല്ലെങ്കിൽ പറയണം ഇവനൊന്നിനും കൊള്ളാത്തവനാണ്. അങ്ങനെയാണല്ലോ വാക്കിന്റെ അർത്ഥം. അത് അദ്ദേഹമല്ല പറയണ്ടേ, അത് വിനയം സമ്മതിക്കില്ല, അത് നമ്മളാ പറയണ്ടേ. അതുകൊണ്ടാ ഇപ്പൊ നമ്മൾ പറയുന്നത്. അത് അദ്ദേഹം പറഞ്ഞാൽ അതൊരു അഹങ്കാരമായി മാറും. നമ്മെ റൈറ്റ്, അത് നമ്മളാ പറയണ്ടേ. നമുക്ക് പ്രതിബദ്ധതയുണ്ടെങ്കിൽ കെ ആർ നാരായണനെ പോലുള്ളൊരു ആളിന് പ്രസിഡന്റ് പദവി കിട്ടിയത് അദ്ദേഹം ജീവിച്ചിരുന്ന പ്രസിഡന്റായ ആ കാലഘട്ടത്തിലെ മറ്റാരോടും ഒപ്പം എങ്കിലും യോഗ്യനായതുകൊണ്ടാണ്. മറിച്ച് എവിടെയോ കൃഷിക്കാരൻ ഒത്തൊരു ഒത്തുചേർക്കലിന്റെ ഭാഗമായി എവിടെയോ കിളച്ചോണ്ടിരുന്നപ്പോ കൊണ്ടുപോയി പ്രധാനമന്ത്രിയാക്കിയ പോലെ എങ്ങാനും ആക്കിയതായിരുന്നെങ്കിൽ അത് കൊള്ളാമായിരുന്നു. ഇതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന വാക്കുകൾ. ഇതിനൊന്നും ഈ കോംപ്രമൈസ് ഇല്ലാത്ത കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് അപ്പൊ ഇതുപോലുള്ളൊരു കാഴ്ചപ്പാടാണ്. അത് വിശേഷമാണ്, സാമാന്യമല്ല. അതുകൊണ്ട് വിശേഷത്തിലും സാമാന്യത്തിലും വ്യത്യാസമുണ്ട്. സാമാന്യത്തെ വിശേഷത്തിലേക്ക് നിങ്ങൾ കൂടിയിരിക്കുമ്പോൾ വിശേഷത്തിൽ പ്രശ്നങ്ങൾ കൊണ്ടുപോകാൻ ഇഷ്ടപ്പെടുന്നവർ അതിനെ വളച്ച് വിശേഷത്തിലേക്ക് കൊണ്ടുവരും. ഞാൻ, എന്റെ ജാതി, എന്റെ മതം, അതിന്റെ വാക്കുകൾക്കകത്തുണ്ടാവും ആ വിശേഷം മുഴുവൻ.
അതിൽ നിന്ന് സങ്കീർണതകൾ വിതയ്ക്കാൻ ശ്രമിക്കും. ഒരുവൻ അന്തർമുഖനായി ആത്മനിഷ്ഠനായി പോകുന്നവനാണെങ്കിൽ വിശേഷങ്ങളെ മുഴുവൻ സാമാന്യത്തിൽ അലിപ്പിച്ചില്ലാതാക്കും. അപ്പോൾ അവന്റെ മായാവലയിതമായ സത്വവും രജസും തമസ്സുമായ ഗുണങ്ങൾ ഉന്മീലനം ചെയ്യുന്ന അവനിലെ ഇന്ദ്രിയജനിത അനുഭവങ്ങൾ ഉളവാക്കുന്ന സ്ഥൂല ശരീര താതാത്മ്യവും ഇന്ദ്രിയജനിത അനുഭവ ഉൽപ്പന്ന വാസനകൾ ഉത്ബുദ്ധമാക്കുന്ന സൂക്ഷ്മ ശരീര താതാത്മ്യവും ഇന്ദ്രിയജനിത അനുഭവ ഉൽപ്പന്ന വാസനകൾ അനുദ്ബുദ്ധമാക്കുന്ന കാരണശരീര താതാത്മ്യവും അറ്റുപോവുകയും ചെയ്യും. എന്റെ ഇന്ദ്രിയജനിതങ്ങളായ അനുഭവങ്ങൾ ഉന്മീലനം ചെയ്ത് അഭ്യസിപ്പിക്കുന്ന ഒരു സ്ഥൂല ശരീരത്തിന്റെ താതാത്മ്യമാണ് എന്റെ പ്രപഞ്ചം. അതെന്റെ ഒപ്പം ഇരിക്കുന്നവർക്ക് അജ്ഞേയമാണെങ്കിൽ ആ പ്രപഞ്ചത്തെ വെടിഞ്ഞ് സാമാന്യമായൊരു പ്രപഞ്ച നിയമത്തെ അംഗീകരിക്കുവാൻ ഞാൻ തയ്യാറാകുക പലപ്പോഴും ആധ്യാത്മിക ഭൗതിക ശാസ്ത്ര രംഗങ്ങളിൽ അഭിമാനം വന്ന ആർക്കും പറ്റാത്തതാണ്. ഇത് മറ്റുള്ളവർക്ക് ഇത് സാധിച്ചാൽ പോലും ഇത്തരക്കാർക്ക് പറ്റില്ല. ആധുനിക തലത്തിൽ ആധ്യാത്മിക രംഗത്തിൽ അഭിമാനം വന്ന ഒരാളിന് പ്രസ്ഥാനങ്ങൾ, ശിഷ്യഗണങ്ങൾ, ഞാൻ പറയുന്നതൊക്കെ ആളുകൾക്ക് സമ്മതമാണെന്നുള്ള ഒരറിവ്, അനുഭവം, ഇതൊക്കെ വിചാരിക്കുന്ന അഭിമാനിയായ ഒരു ആധ്യാത്മിക പുരുഷന് ഈ അഭ്യാസം കളയുക പ്രയാസമാണ്. അയാളുടെ ഇന്ദ്രിയജനിത അനുഭവം ആധ്യാത്മിക തലം കൂടി ചേർന്നതാണെന്നും കേൾക്കുന്നവരുടേത് അങ്ങനെയല്ലെന്നും അതുകൊണ്ട് ഇത് ശരിയും അത് തെറ്റുമാണെന്നുമുള്ള ഒരു സങ്കല്പ ലോകത്തിൽ മറ്റുള്ളവരെ അങ്ങോട്ട് കൊണ്ടുപോകാനും അനുസരിക്കാനും മാത്രം വിധിക്കപ്പെട്ടതാണ് ഇത്തരം ലോകങ്ങൾ, ഭൗതിക ലോകങ്ങൾ. ശിഷ്യ, ഇത് ഭൗതിക ലോകമാണ്. ഇവിടെ നീ എന്നെ അനുസരിക്കുകയോ അനുകരിക്കുകയോ അല്ല ചെയ്യേണ്ടത്. നിന്റെ പ്രാരബ്ധത്തെയാണ് കൊണ്ടുപോകേണ്ടത്. ഞാനും നീയുമായി എതിർക്കപ്പെടേണ്ടി വന്നാൽ പോലും. ഭൗതികമായ ലോകത്ത് നമ്മൾ ശത്രുക്കളോ മിത്രങ്ങളോ ആവാം. പക്ഷേ അറിവിന്റെ ലോകം എനിക്കും നിനക്കും ഏകമാണ്. ഈ സത്യസന്ധതയെ അംഗീകരിക്കണമെങ്കിൽ അഭിമാനം എന്നത് ദൂരെയാവണം. ഒരു ആധ്യാത്മിക നേതാവിന് ആരുടെ മുഖത്ത് നോക്കിയും ഒരു തമാശ പറയാം. അയാളുടെ മുഖത്ത് നോക്കി ജനത്തിനൊരു തമാശ അതുപോലെ പറയാനാവില്ല. ചിരിക്കുന്ന ജന്തുവും ചിരിക്ക് വിധേയമാകുന്ന ജന്തുവും മനുഷ്യനാണെന്നതിൽ ചിരിക്ക് വിധേയമാകുന്ന ജന്തുവിൽ ഞാൻ പെട്ടുകൂടാ എന്ന അയാൾക്ക് പിടിവാശിയുണ്ട്. നോ. സോ വിശേഷങ്ങൾ അവിടെ എത്തുന്നില്ല. അപ്പൊ വിശേഷത്തിന്റെയും സാമാന്യത്തിന്റെയും ഇന്ദ്രിയജനിത അനുഭവ പ്രത്യക്ഷത്തിന്റെയും ലോകങ്ങൾ എടുത്താൽ ഇത് വ്യക്തമാവും. യമം, നിയമം, ആസനം, ഇത് അതിൻ്റെ ഒരു വഴിയാണ്. ഞാൻ പറഞ്ഞത് ഇന്ദ്രിയജനിത അനുഭവ ഉൽപ്പന്ന വാസനയുടെ ഉത്ബദ്ധത വരുമ്പോൾ ഈ യമനിയമങ്ങളെല്ലാം കാറ്റിൽ പറന്നു പോകും. കാരണം പറയാം, അതായത് ഏതൊക്കെ ആവാം, ഏതൊക്കെ അരുത്, ഏതിനെയൊക്കെ യമിക്കണം, ഏതിലൊക്കെ നിയമം വയ്ക്കണം, എത്രത്തോളം ആവാം, എത്രത്തോളം ആവരുത്
ഇവ രണ്ടിന്റെയും ലോകമാണ് യമനിയമങ്ങളിൽ വരുന്നത്. ഇന്ദ്രിയങ്ങളുടെ അടക്കലും അന്ധക്കരണത്തിന്റെ അടക്കലും യമനിയമങ്ങളിൽ വരുന്ന രണ്ടെണ്ണമാണ്. ഇത് രണ്ടും നമുക്ക് കാണാം ഇതിന് പുറകെ. ഇതിന്റെ കൂടെ ഈ പ്രത്യക്ഷത്തിന്റെയും അതുപോലെ തന്നെ സൂക്ഷ്മശരീര താതാത്മ്യത്തിന്റെയും കൂടെ അങ്ങനെ കണ്ടാലാണ് നമ്മൾ ഈ പറയുന്ന കാര്യത്തിന് യോജിക്കുക. അല്ലെങ്കിൽ അത് യോഗശാസ്ത്രമായി മാറും. നമ്മളിപ്പോ പറയുന്ന യോഗശാസ്ത്രമല്ല. വിഷയം ഞാൻ ആദ്യം പറഞ്ഞു എന്നാണ് എനിക്ക് തോന്നുന്നത്. അന്തർയോഗം. ആ യോഗത്തില് പൗരാണികർ എങ്ങനെയാണ് ഒരു ദർശന സവിശേഷതയെ മുൻനിർത്തി ജീവിതക്രമത്തെ കുടുംബം, സമൂഹം, രാഷ്ട്രം എന്ന നിലകളിൽ എങ്ങനെയാണ് ഗാർഹസ്ഥ്യം, ബ്രഹ്മചര്യം, ഗാർഹസ്ഥ്യം, വാനപ്രസ്ഥം, സന്യാസം എന്ന നിലകളിൽ എങ്ങനെയാണ് ബ്രാഹ്മണ്യം, ക്ഷാത്രം, വൈശ്യം, ശൂദ്രം എന്ന നിലകളിൽ കർമ്മത്തിന്റെ ലോകങ്ങളിൽ, ജീവിതക്രമത്തിന്റെ ലോകങ്ങളിൽ എങ്ങനെയാണ് ജാതകർമാദി സംസ്കാരങ്ങളോടുകൂടി കൊണ്ടുപോയത് എന്ന് അറിഞ്ഞിട്ട് ആ ജീവിതക്രമം തിരിച്ചു വരുന്നത് എന്റെ മാനസിക തലങ്ങളിൽ സമ്മതമാകുന്നുണ്ടെങ്കിൽ അവ അചിരേണ ഞാൻ അനുഷ്ഠിക്കേണ്ട അനുഷ്ഠേയമായ ചിന്താബന്ധുരമായ ഒരു മാർഗമാണെന്നും അതിലൂടെയാണ് എന്നെ മോക്ഷത്തിലേക്ക് എത്തിക്കുന്നതെന്നും എളുപ്പത്തിൽ മനസ്സിലാക്കും. ഇല്ല, അങ്ങനൊരു സാധനയില്ല അവിടെ. കാരണം ഇത് കുടുംബം എന്ന നിലയിൽ കറക്റ്റായിട്ട് വെച്ചിരിക്കുന്നതാണ്. അതില് ബ്രഹ്മചര്യത്തില് അച്ഛൻ തന്നെയാണ് ഗുരു. അച്ഛനാണ് ഉപനയനം നടത്തുന്നത്. അവിടെ ഭർത്താവ് ഭാര്യയ്ക്ക് ഗുരുവാണ്, അല്ലാതെ ആനിമൽ ഇൻസ്റ്റിങ്സിനല്ല. ശുഭേച്ഛയിലൂടെ, സുവിചാരണയിലൂടെ, തനുമാനസയിലൂടെ, സത്വാപത്തിയിലൂടെ, അസംസക്തിയിലൂടെ, പദാർത്ഥാഭാവനയിലൂടെ, തുര്യകയിലൂടെ നിന്നെ കൊണ്ടുപോകുന്നവനാണ് ഞാൻ. അതുകൊണ്ടാണ് പേര് പോലും വിളിക്കാതെ ബഹുമാനാദരങ്ങൾ പ്രകടിപ്പിച്ചിരുന്നത്. തിരിച്ചായാലും കുഴപ്പമില്ല. ഭാര്യ ആദ്യം പഠിച്ചിട്ട് ഭർത്താവിനെ പഠിപ്പിച്ചെടുത്താലും കുഴപ്പമില്ല. പക്ഷേ താൻ പഠിപ്പിച്ചത് പ്രായോഗികമായി തന്നെ പുത്രനാക്കി അവൾ ജനിപ്പിക്കുമ്പോൾ അവൾ ജായ, തന്നെ ജനിപ്പിച്ചവൾ അമ്മയായി മാറുകയാണ്. ഇനി ഗുരു അവളാണ്. ഞാൻ അവളിൽ ഗർഭം ധരിച്ച് ഞാൻ അവളിൽ പുത്രനായി ജനിച്ചപ്പോൾ ഇനി കുട്ടികളായ ഒരച്ഛനും അയാളുടെ ഭാര്യയെ, ആ കുട്ടിയുടെ അമ്മയെ എടിയെന്ന് വിളിക്കില്ല. ഇവിടെ വാന്ന് പറയില്ല കുട്ടികളെയൊക്കെ. കാരണം കുട്ടികളും അനുകരിച്ച് ചിലപ്പം വിളിക്കും. അമ്മ എന്ന പദമേ വിളിക്കുകയുള്ളൂ. അങ്ങനെ ഈ നാവിൽ നിന്ന് വരും. കാരണം ശാസ്ത്രം അതുപോലെ ഇഴുകിച്ചേർന്ന് കിടക്കുക. ഈ സംസ്കൃതിയാണ് പ്രാചീന സംസ്കൃതി. അതിൽ ഗാർഹസ്ഥ്യവും കഴിഞ്ഞ് വാനപ്രസ്ഥത്തിലേക്ക് എത്തുമ്പോൾ വനസംഭകൃതവും വനനീയം സംഭജനീയം പാണിനി ആ ലോകങ്ങളിൽ എത്തിക്കഴിഞ്ഞാൽ യോഗബലം കൊണ്ട് തന്റെ ഈ ശരീരത്തെ താൻ അറിഞ്ഞ് ഇനി വേണ്ട എന്ന് തീരുമാനിച്ച് അഷ്ടചക്രങ്ങളിലൂടെയും ജീവൻ കടന്നുപോകുന്ന രംഗങ്ങൾ നോക്കി പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു പോകാൻ പാകത്തിന് ആ സാധനയെ ഉജ്ജീവിപ്പിക്കുവാനാണ് പിന്നെ ഗുരു വേണ്ടത്. അവിടെ വേണ്ടി വരും. ഇങ്ങനൊരു ക്രമാലോകമുണ്ട്. ഈ വിഷയത്തെ അധികരിച്ച് ഒരു ക്രമലോകത്തെ ഒരു ദിഗ്ദർശനം എന്ന നിലയിലെങ്കിലും പൂർവികർ ജീവിച്ച തലങ്ങളിൽ ഒന്ന് ചൂണ്ടിക്കാണിച്ചു തരാം. അവിടെ അങ്ങനെ ഒരു ലോകമുണ്ട്, മതിലിന് പൊക്കത്തിൽ നിന്ന് കണ്ടോന്നെങ്കിലും. പിന്നെ ചാടാൻ മിടുക്കന്മാർ ചാടിക്കുള്ളൂ. സാധനയല്ല, ഈ പറഞ്ഞ സന്യാസ തലങ്ങളിലേക്ക് പ്രവേശിക്കുന്നു. അവിടെ വരെ അച്ഛൻ തന്നെയാണ് ഗുരു, അമ്മ തന്നെയാണ് ഗുരു. വേറെ ഗുരുക്കന്മാരൊന്നുമില്ല. പിന്നെ അച്ഛൻ അങ്ങനെ നേരത്തെ വാനപ്രസ്ഥവും സന്യാസവും സ്വീകരിച്ച ആളാണെങ്കിൽ അച്ഛൻ തന്നെ മതി അവിടെയും ഗുരു.
പിന്നെ ഇത് നേരത്തെ ബ്രഹ്മചര്യത്തിൽ നിന്ന് നേരിട്ട് ഈ മതിൽ ചാടണം. മുമ്പ് ചാടിയവരുണ്ട്, കാലൊടിഞ്ഞവരുണ്ട്, ഒടിയാത്തവരുണ്ട്, അപ്പുറത്തേക്ക് വീഴാതെ കമ്പിവേലിയിൽ തട്ടി ഇങ്ങോട്ട് പോകുന്നവരുണ്ട്. അപ്പൊ അങ്ങനെ കൃത്യമായി അപ്പുറത്ത് ചാടണം എന്ന് ചാടാൻ കരുത്തുണ്ട്, ചാടും ഞാൻ എന്ന് ഉറപ്പുണ്ടെങ്കിൽ അതിനൊരു ഗുരുപരമ്പരയിൽ പറഞ്ഞു. അത് ചുമ്മാന്നും ചാടാൻ പറ്റില്ല. കാരണം ഒഴുക്ക് വളരെ കൂടുതലാണ്. ഇതിനാ കുറ്റിയിൽ നല്ലൊരു കയറുണ്ടാവും. ദേവപ്രയാഗയിലും നന്ദപ്രയാഗയിലും ഒക്കെ കുളിക്കാൻ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ അറിയാം, അടിയൊഴുക്ക് വളരെ കൂടുതലാണ്. പോയിട്ടുണ്ടോ ദേവപ്രയാഗയിലും നന്ദപ്രയാഗയിലും ഒക്കെ? നല്ല അടിയൊഴുക്ക, നല്ല തണുപ്പുവാ. ഇപ്പൊ ഇറങ്ങിയാലെങ്കിൽ കയറുകയില്ല, എല്ലാം കോച്ചി പോവും, മരവിച്ചു പോവും. കയ്യും കാലോട്ട് അടിക്കാനൊന്നും പറ്റില്ല. നീന്തൽ അറിയാമെന്ന് പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല, മരവിച്ചു പോവും. അപ്പൊ പിന്നെ ഒറ്റ വഴിയുള്ളൂ. അവിടുത്തെ കുറ്റിയില് ഒരു ചങ്ങലയുണ്ട്. നാരായണം പത്മഭവം വസിഷ്ഠം ശക്തിം ച തത്പുത്ര പരാശരം ച എന്ന് പറയുന്ന ഒരു ചങ്ങലയുണ്ട്. ആ ചങ്ങലയുടെ അറ്റത്ത് പിടിച്ച പോവാതിരിക്കുക, അഥവാ കറക്റ്റായിട്ട് പോവാം. ഇങ്ങനൊരു ജീവിതക്രമം ഭാരതത്തിനുണ്ടായിരുന്നു. ഭാരതീയർ ഏതും ഒരാഹാരം ഉണ്ടാക്കുന്നത് ഉൾപ്പെടെ അതൊരു യാന്ത്രികമായ പ്രഗ്മാറ്റിസത്തിലേക്ക് കൊണ്ടുപോകാതെ അതിന്റെ പിന്നിലൊരു തത്വചിന്തയുണ്ടെന്നും അതിനെ ആധാരമായാണ് അന്ധകരണത്തിൽ നിന്ന് ഉണ്ടാകുന്നതെന്നും വിചാരിക്കുകയും വിശ്വസിക്കുകയും അത് രൂപപ്പെടുത്തുകയും ചെയ്തു. അപ്പൊ അതായിക്കോട്ടെ വിഷയം എന്ന് വിചാരിച്ചാണ് ഇങ്ങനെ തുടങ്ങിയത്. വിഷയം നിങ്ങൾ മറന്നുപോയി തോന്നുന്നു. ഞാൻ വിഷയം ആദ്യം പറഞ്ഞിരുന്നു, ഇങ്ങനെ ഓർക്കുന്നില്ല. അപ്പൊ ഇങ്ങനൊരു ഒരു ഒരു ദിശയിൽ ഇങ്ങനൊരു വിഷയം അത്ര എളുപ്പം പറയാവുന്നതല്ല എന്ന് എനിക്കറിയാം. അത് ചിലപ്പോൾ പ്രയോജനപ്രദമായേക്കും എന്നൊരു തോന്നൽ ആവോ. പലതും പറഞ്ഞ് പകൽ കളയുന്ന നാവ് ജീവിതത്തെ ചിട്ടയായി കൊണ്ടുപോകുന്ന പ്രാചീനതയുടെ സംസ്കാരങ്ങളിൽ ഒന്നിൽ നിർത്തി അതെങ്ങനെ എന്ന് കാണുന്ന ഇതൊരു ജീവിത ദർശനമാണ്, ഇതൊരു മതമല്ല. അത് ചെയ്യുന്നത് നോക്കിയാണ് ആ മതത്തിലാണോ നിങ്ങളും ഞാനും എന്ന് തീരുമാനിക്കുന്നത്. നിങ്ങൾ എന്തിനെ പ്രമാണമാക്കുന്നു, എന്തിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ ഇത് ചെയ്യുന്നു, എങ്ങനെയാണ് നിങ്ങൾ ഇത് ചെയ്തത്? ഇങ്ങനെയുള്ള ഓരോ ചോദ്യത്തിനും തനിക്ക് ഉത്തമമായൊരു ഉത്തരം നിർവിശേഷമായ തന്റെ പ്രകൃതിയിൽ നിന്ന് ലഭിക്കുമ്പോഴാണ് ഒരുവൻ ആനന്ദത്തിലാകുന്നത്. നീ എന്തുകൊണ്ട് ചെയ്തു, എന്തുകൊണ്ട് ഇത് ചെയ്തു എന്ന് മറ്റൊരാളോട് ചോദിക്കുന്നതിനേക്കാൾ എന്തുകൊണ്ട് ഞാൻ ചെയ്തു എന്നതിന്റെ ഉത്തരം എനിക്ക് പഥ്യമായി ലഭിക്കുമ്പോൾ, ലോകം ചെയ്യുന്നത് കണ്ടില്ലേ, കണ്ടു, എന്താ നീ അതുപോലെ ചെയ്യാത്തത്? ഞാൻ അവരുടെ കൂട്ടത്തിൽ പെടുന്നവനല്ല. ഇതാണ് എന്റെ വഴി, ഇതാണ് എന്റെ വെളിച്ചം. ഇതെന്താണെന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ അറിയാം. ഇത് ചെയ്തില്ലെങ്കിൽ ഞാൻ ദുഃഖിക്കും. ഇത് ചെയ്യുന്നത് കൊണ്ടാണ് ഞാൻ ആനന്ദിക്കുന്നത്. ആനന്ദം എന്റെ സ്വരൂപമാണ്. അതിനുള്ള ശേഷിയും ശേമുഷിയും ഉണ്ടാകുമ്പോഴേ ഹിന്ദു ജീവിതം ഉണ്ടാവും, സനാതന ജീവിതം ഉണ്ടാവും. ആ ഒരു ജീവിതക്രമം ഒരു തമാശ പോലെ വെറുതെ ഒന്ന് പഠിക്കാൻ, എന്നിട്ട് രസമാണെങ്കിൽ ഒന്ന് അനുവർത്തിക്കാൻ, രസം അല്ലെങ്കിൽ വിട്ടുകളയാൻ. അതുകൊണ്ട് നമ്മൾ വിഷയം ഇങ്ങനെ ഒന്ന് ട്വിസ്റ്റ് ചെയ്തു. കാരണം ഇവരങ്ങനെ എഴുതുകയും ചെയ്തു, അന്തര്യോഗം. അതുകൊണ്ടാണ് ഇതിങ്ങനെ കയറിയത്. നോക്കാം.
എവിടം വരെ എത്തുമെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. ഇത്തരം കാര്യങ്ങളിൽ ഇത് ഇന്നടം വരെ എത്തിക്കണമെന്നൊന്നും ഒരു കണ്ടീഷനൊന്നുമില്ല. ഈ എത്തുന്നിടം വരെ ഇതിന്റെ കണക്ക് വേറെയാണ്. ഇതുവരെ പല കണക്കിലും വീടുണ്ടാക്കി നമ്മൾ 24 പോലെ 16 ഒക്കെ നമ്മൾ ഉണ്ടാക്കി. പക്ഷെ ഇതുവരെ നമ്മൾ ചെന്നതും പോലെ 16 ഉണ്ടാക്കിയില്ല. അതൊരു പെർഫെക്റ്റ് കണക്കാണ്. അവിടെ നിന്ന് നോക്കാമെന്ന് വിചാരിക്കാം. ശരിയാണ്. അതുകൊണ്ട് ഇന്ന് അവസാനിപ്പിക്കാം, ബാക്കി നാളെ. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി.